സുഹൃത്തുക്കളെ, തഹയ്യ ഫണ്ട് സമസ്തയുടെ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് പിരിക്കുന്ന തഹയ്യ ഫണ്ട് ഇതുവരെ 5 കോടിയായിട്ടുള്ളൂ. അതിൽ ജിഫ്രി തങ്ങൾ ആക്ഷേപം പറയുന്നു, എല്ലാ മഹല്ലുകാരും തഹയ്യ ഫണ്ടിൽ പങ്കെടുക്കണമെന്ന്. പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾക്ക് അതിനോടൊക്കെ വെറുപ്പ് വന്നു. എന്തുകൊണ്ടാ? അഭിപ്രായ വ്യത്യാസം കൂടിപ്പോയി. അപ്പോൾ തഹയ്യ ഫണ്ടിൽ 5 കോടി കിട്ടി. 5 കോടി എന്ന് പറഞ്ഞാൽ 2 ലക്ഷം മാലിന്യങ്ങൾ മാത്രം കൊടുത്താൽ തന്നെ 5 കോടിയായല്ലോ ഓരോ ദിവസത്തെ ശമ്പളം. നിങ്ങൾ ചിന്തിക്കണം, SKSSFന് 10 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ സമസ്തക്ക് 100 കോടി കിട്ടണം. 5 കോടി പരാജയമാണ്. എന്തുകൊണ്ടാണത്? വെറുതെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ഒന്നുകിൽ പാണക്കാട് തങ്ങന്മാരെ മുന്നിൽ നിർത്തണം, അല്ലെങ്കിൽ APക്കാർ ചെയ്തതുപോലെ പാണക്കാട് തങ്ങന്മാരെ നഖശിഖാന്തം ലീഗിനെയും എതിർക്കണം. ഈ 2 മാനദണ്ഡമാണ് തഹയ്യ ഫണ്ട് 100 കോടിയിലേക്ക് എത്താനുള്ള വഴി. അപ്പോൾ ധാരാളം മലബാറിൽ ലീഗ് വിരോധികളുണ്ട്, ധാരാളം പണം തരും. അന്ന് AP ചെയ്തത് അതാണ്. മറ്റൊരു രാഷ്ട്രീയക്കാരെ പിടിച്ചിട്ട് പള്ളിയിലും മദ്രസകൾക്കും അടിയും പിടിയും ഉണ്ടാക്കി അവർ സഹായിച്ചു. വേണ്ടത്ര പണം അവർ തരും, ഗവൺമെൻറ്റിൽ നിന്നുള്ള സഹായവും കിട്ടും. അല്ലെങ്കിലോ പാണക്കാട് തങ്ങളെ മുൻനിർത്തണം. അല്ലെങ്കിൽ എന്താണെന്നോ, നിരന്തരം പാണക്കാട് തങ്ങളെയും ലീഗിനെയും തെറി പറയണം. തഹയ്യ ഫണ്ട് ഊർജിതമാക്കണമെങ്കിൽ ഈ 2-3 വഴികളേ ഉള്ളൂ. അതിൽ എങ്ങനെ? ലീഗ് വിരോധം ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് കോടികൾ ഒഴുകും. പാണക്കാട് കുടുംബത്തെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും തെറി പറയുന്ന പ്രാസംഗികന്മാർ APക്കുണ്ടായതുപോലെ നിങ്ങളിലുമുണ്ട്. ചെറുതൊന്നുമല്ല. മുക്കമ്മുമ്മറുണ്ട്, ഏവിണ്ട്, ആലമ്പാടിയുണ്ട്, മേമ്പൊടിക്ക് പാതാർ ഫൈസിയുണ്ട്, സൽമാൻ കരുളായുണ്ട്. പിന്നെ ഒന്നും കൂടിയും കൂട്ടുകയാണെങ്കിൽ സത്താർ പന്തലൂരിനെയും കൂടിയും വിളിച്ചാൽ മതി. നിങ്ങൾക്ക് 100 കോടി ഫണ്ട് വേണമെങ്കിലും കിട്ടും. ലീഗിൻ്റെ തെറി പറയൂ, പാണക്കാട് തങ്ങന്മാരെ മോശമായി ചിത്രീകരിക്കൂ. അല്ലെങ്കിലോ പാണക്കാട് തങ്ങന്മാരെ മുന്നിൽ നിർത്തി പണിയെടുക്കണം. 2 വഴിയേ അതിലുള്ളൂ. ഇപ്പം ഏതായാലും ഹക്കും ബാത്തിലൊക്കെ അസ്തമിച്ച ഒരു കാലഘട്ടമാണ്. ഏത് പണം എന്ന് പോലും ചിന്തിക്കാതെ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പോലത്തെ സ്വാത്വികരായ പണ്ഡിതന്മാർ നയിച്ചിരുന്ന സംഘടന ഈയിടെയായിട്ട് ഇയാൾ വരുന്നത് വരെ ഒരു പരിധിവരെ എങ്ങനെ നീക്കുപോക്കിലാണെങ്കിൽ ഒപ്പിച്ചിരുന്നു കൊമ്പരമ്പത്തൂർ ഉസ്താദ് വരെ. ഈ ജിഫ്രി വന്നതോടുകൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മാന്യത കളഞ്ഞു കുളിച്ചു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഫണ്ട് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ഇവരെ വിശ്വാസമില്ല. പിന്നെ ശൈത്താനീയത്ത് പോലെ വിഘടനവാദമാണ്.